എങ്ങനെ ആണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് ലഭിക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുകയും ചെയ്യുന്നത്. പല കുറി നമ്മൾക്ക് അറിയാവുന്നതാണ്. ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ സ്കൂളുകളുടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് നോക്കുന്നു, കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് നോക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ നോക്കൂ ഇപ്പോഴും പുരാതനമായ കാലത്തുള്ള പലക അടിച്ചുള്ള ഒരു മറ വെച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടമുള്ള സ്കൂള് നമ്മുടെ കേരളത്തിലുള്ള സ്കൂൾ. ഇതിൽ രണ്ട് നമ്മുടെ ധനമന്ത്രിയുടെ ജില്ല കൂടിയാണ്, ധനമന്ത്രിയുടെ ജില്ലയാണ്, ഒപ്പം ഗതാഗത മന്ത്രി, അങ്ങനെ മന്ത്രിമാർ നിരവധിയുള്ള ഒരു ജില്ലയിലുള്ള അവസ്ഥയാണിപ്പോൾ ഈ കാണുന്നത്. ഇവിടെയാണിപ്പോൾ നേരത്തെ വൈദ്യുതി മന്ത്രി പറഞ്ഞതുപോലെ ഇതുവരെ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം, ഇത് അധ്യാപകർക്കൊന്നും കണ്ടില്ലായിരുന്നോ, ഇത്രയും കാലം കണ്ടില്ലായിരുന്നോ എന്നുള്ള ചോദ്യം, അതിന് മറുപടി അധ്യാപകർ പറയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു ലൈൻ പോകുമ്പോൾ ആ ലൈൻ അപകടമാണ് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ളൊരു വീഴ്ച അധ്യാപകരുടെ ഭാഗത്തുണ്ട്. KSEB ഇങ്ങനെ ഒരു ലൈൻ പോകുമ്പോൾ അതിന് തൊട്ട് താഴെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം അവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് KSEB അവിടെ എത്തി ആ ലൈനിൽ പരിഹരിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു വീഴ്ച സംഭവിച്ചത് തിരുത്താനോ സാധിച്ചില്ല എന്നുള്ളതിന് മറ്റൊരു ചോദ്യം കൂടിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇലക്ട്രിക്കൽ സെക്ഷൻ വിഭാഗം ഓഫീസേഴ്സ് അടക്കം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് മന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ അടിയന്തര യോഗമാണ്. ആ യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ മേധാവിമാരടക്കം പങ്കെടുത്തുകൊണ്ട് എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മറുപടി ഈ വിഭാഗങ്ങളെല്ലാം തന്നെ പറയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം ഈ കാര്യത്തിൽ ഒരു അധ്യാപകരെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇന്ന് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് അനാസ്ഥയാണ് അവിടെ ഉണ്ടായത്. KSEB അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ദിലീപ്, ഞാൻ ദിലീപിലേക്ക് എത്താം.